എനിക്ക് ക്ലാസ്സിൽ പോകാനേ താല്പര്യമില്ലായിരുന്നു. എവിടെ തിരിഞ്ഞാലും പാമ്പുകളായിരുന്നു, മാറി മാറി കൊത്തുന്ന പാമ്പുകളായിരുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലോകേഷൻ ദേവേന്ദ്രൻ. ഞാൻ ഈ പാസ് ഔട്ട് ആകാൻ നിൽക്കുന്ന ഈ ബാച്ചിലെ ഒരു ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വർഷം ആകുന്നതിന് മുമ്പ് അവിടെ നേരെ കടൽ കടന്ന് ഇപ്പം ഇവിടെ UK ഇവിടെ ഒരു സ്റ്റുഡൻ്റാണ്. ആൻഡ് ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ സ്റ്റഡീസ്. ഫെയർവെൽ ഡേയിൽ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ കൂടെയും ഞാൻ അവിടെ എക്സിസ്റ്റിംഗ് ആണല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളല്ലേ ഈ ഫെയർവെൽ ഡേക്ക് നിങ്ങൾ ഹാപ്പിയാണോ സാഡാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അവിടെ നിങ്ങളെ വിട്ട് പിരിഞ്ഞു വന്നതിന് നല്ല രീതിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഒരു ഹോം ഫീലായിരുന്നു എനിക്കെൻ്റെ ക്ലാസ്. എനിക്കെൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. ആക്ച്വലി എനിക്ക് 1 മിനിറ്റ് തീർക്കാനാണ് മാർട്ടിൻ പറഞ്ഞത്. അത് എന്തായാലും 1 മിനിറ്റ് തീരാൻ പോകുന്നില്ല. ക്ലാസ്സിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എനിക്ക് നാളെ ഷിഫ്റ്റ് ഉണ്ട്. എനിക്ക് എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് തുടങ്ങുമ്പം ഒന്ന് ചെറുതായിട്ട് എൻ്റെ ഒരു ഡിഗ്രി ലൈഫിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരേണ്ടതായിട്ടുണ്ട്. 3 വർഷം ഇറ്റ്സ് ഗോട്ട് മെസ്ഡ് അപ്പ് എന്ന് വേണേൽ പറയാം. കാരണം ചെല്ലുന്നതേ സീനിയേഴ്സായിട്ട് അടി ഉണ്ടാക്കുന്നു. എന്താണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു പകുതി പോലും ഇങ്ങോട്ട് കിട്ടാതെ ഹെയ്റ്റുമായിട്ടാണ് ഞാൻ എൻ്റെ ഡിഗ്രി ലൈഫ് പാസ് ഔട്ട് ആയത്. എനിക്ക് ക്ലാസ്സിൻ്റെ സെൻറ്റിമെൻറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ പോകാനേ താല്പര്യമില്ലായിരുന്നു. എവിടെ തിരിഞ്ഞാലും പാമ്പുകളായിരുന്നു, മാറി മാറി കൊത്തുന്ന പാമ്പുകളായിരുന്നു. അങ്ങനെ കുറേ ട്രാജഡി കഴിഞ്ഞിട്ടാണ് ഞാൻ MSW എത്തണത്. എബ്രോഡ് ഫോക്കസ് ചെയ്യാം, സ്കോളർഷിപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ മരീനിൽ തന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. അങ്ങനെ എടുത്ത ഫസ്റ്റ് ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വരുന്നത് എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഞാൻ അടി ഉണ്ടാക്കിയ ബാച്ചിലുള്ള ഒരു 5-6 എണ്ണങ്ങളിൽ നിരന്നിരിപ്പുണ്ട്. അപ്പോഴേ ആ സമാധാനമായി എന്നുള്ള അവസ്ഥയായി. പിന്നെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷനിൽ വന്നിട്ട് അഭിരാമിയും ഡോറയൊക്കെ നല്ല കിഡിലായിട്ട് പ്രസൻറ്റേഷൻ എടുത്തിട്ട് പോകുന്നു. ഞാൻ എന്നിട്ട് അവസാനം ഒരു കെട്ടുകഥ ഉണ്ടാക്കി ഞാൻ പ്രസൻറ്റേഷൻ എടുക്കുകയും ചെയ്തു. അതിൽ ആ സാറുമാരും ടീച്ചേഴ്സും എല്ലാം വീഴുകയും ചെയ്തു, കയ്യടി കിട്ടുകയും ചെയ്തു. ഹാപ്പി. അങ്ങനെ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസൻറ്റേഷനൊക്കെ. അപ്പോഴും എനിക്ക് ഒരു പേടിയുണ്ട് മനസ്സിലെ എൻ്റെ ഡിഗ്രി ലൈഫ് പോലെ ആകരുത് ഒരിക്കലും. ആൾക്കാരോടെല്ലാം മിണ്ടുന്നതും എല്ലാം ഞാൻ പേടിച്ചാണ്, ഭയങ്കര കോംപ്ലക്സോടെയാണ് ഞാൻ. പക്ഷേ ഓൺസ് ഞങ്ങൾ റൂറൽ ക്യാമ്പിന് പോയപ്പം അവിടെ എനിക്കത് ഹൈഡ് ചെയ്ത് വെക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് പുറത്ത് എടുക്കേണ്ട വന്നു. എനിക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഉള്ള സ്കില്ല് എനിക്ക് പുറത്ത് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. പക്ഷേ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡിഗ്രി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൊല്ലിയാണോ എന്നെ ഹെയ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയത്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ എന്നെ അക്സെപ്റ്റ് ചെയ്യാനും അത് എൻകറേജ് ചെയ്യാനും അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻ്റാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറയുമല്ല ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കാരണം അതുകൊണ്ടൊക്കെയാണ് എനിക്കിപ്പോഴും എൻ്റെ ക്ലാസ് അത്ര കാര്യം. റൂറൽ ക്യാമ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴും കോഴിമലയിലുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. MSW കാരണം എനിക്ക് കിട്ടിയ വേറൊരു ഗുണമാണ് ആ കോഴിമലയിലെ ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ് ഫ്രം എ ഹ്യൂമൻ ബീങ് പെട്ടെന്ന് പരിചയപ്പെട്ട ആൾക്കാരുടെ നിന്നൊക്കെ കിട്ടുക. ഞങ്ങൾക്ക് ഒരുമിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിലും എനിക്കൊരു ഭാഗ്യമുണ്ടെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഈ അലനൊക്കെ എന്നെ ഇപ്പം കണ്ടാൽ തല്ല് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതാണ് അലൻ. അപ്പോൾ എനിക്ക് അലനും ഈ ക്രിസ്റ്റൊക്കെ അവരൊക്കെ ഒരു ബാച്ചിലായിരുന്നു. എനിക്ക് വടംവലിക്ക് ഇവരൊക്കെ ആയിട്ട് ഇറക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പുറത്ത് കൊണ്ടുവരാനുള്ള പേടി. ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെന്നാ ഷോയാ, ഇവനാണ് മെയിൻ എന്നൊക്കെ ചോദിക്കുമോ എന്നുള്ള ഒരു പേടി കാരണം ഞാനതൊക്കെ മാക്സിമം സൈഡിലാക്കി. പക്ഷേ അവിടുന്ന് എനിക്ക് കുറേ ഭയങ്കര ഞങ്ങൾ വടംവലിക്ക് തോറ്റെന്നിരുന്നാലും പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ ക്ലാസ്സിലെ ബോയ്സ് ആയിട്ട്. അതിപ്പോൾ ഹോസ്റ്റലിലായാലും ശരി, റൂംമേറ്റിനെ കുറിച്ച് എടുത്തു പറയണം. ജെറി എനിക്ക് എൻ്റെ പേഴ്സണൽ സ്പേസിലായാലും ശരി ഒരു കാര്യത്തിലും ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ദ റൂംമേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് വേണമെങ്കിൽ നമുക്ക് ജെറിക്ക് കൊടുക്കാം. അതിന് ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം അപ്പുറം കിടന്ന് ആൽബി വരെ ഇപ്പം ഇവൻ്റെ റൂംമേറ്റ് വന്ന് കിടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഹോസ്റ്റൽ നല്ല ഹോസ്റ്റൽ, എൻ്റെ ക്ലാസ് നല്ല എന്നൊക്കെ മനസ്സിലായി. എൻ്റെ ഒരു ഡിഗ്രി ലൈഫിൽ നിന്ന് നേരെ മറിച്ച് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് ആസ് ഇറ്റ് ഈസ് എനിക്കിവിടെ കിട്ടി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീൽഡ് വർക്കിൻ്റെ കാര്യത്തിൽ അവർക്കെന്താണോ ആവശ്യം അതിലേക്ക് എന്നെ മാറ്റാണ്ട് എനിക്കെന്താണോ ആവശ്യം അതിലേക്ക് അവർ തരാൻ ഉദ്ദേശിച്ചത് മാറ്റിയാണ് എൻ്റെ ഫീൽഡ് വർക്ക് കിട്ടിയത്. എനിക്ക് മനസ്സിലാകാൻ അറിയത്തില്ല. എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി എനിക്ക് എൻ്റെ ഫാമിലി ഇഷ്യൂ ആയാലും ശരി, എൻ്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയാലും ശരി, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ വലുത് തന്നെയായിരുന്നു. അപ്പം എനിക്ക് എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴും ക്ലാസ്സിൽ വരുന്നത് എനിക്കതൊരു തെറാപ്പി ആയിട്ടായിരുന്നു ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ക്ലാസ്സിൽ വന്ന് ഈ ഡോണയുടെ ശില്പയുടെയൊക്കെ കോപ്രായോ അപ്പിക്കഥയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ സ്ട്രെസ്സും ടെൻഷൻ ഡിപ്രഷനൊക്കെ പറന്നു പോകുമായിരുന്നു.
പിന്നെ ഫാദറിൻ്റെ ഒരു പ്രസൻസ് ക്ലാസ്സിനെ നല്ല രീതിക്ക് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും. ക്ലാസ്സിൽ ചെറിയ ചെറിയ അടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. എനിക്കതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട്. പക്ഷേ ഞാൻ അവിടെ നിന്നൊക്കെ ന്യൂസ് പിടിക്കുമായിരുന്നു. എങ്ങനെയാലും നിങ്ങളുടെ MSW കഴിഞ്ഞാൽ മതി എന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പം കെയർ ഹോമിലൊക്കെ ചെന്ന് ജോലി ചെയ്യുമ്പോഴും 1 സ്നാപ്പ് അയച്ചാൽ സഹിക്കുക, 2 സ്നാപ്പ് അയക്കുക. ഇതുങ്ങൾ മൊത്തം അതും ഡോണയൊക്കെ അയക്കുന്ന സ്നാപ്പിൻ്റെ അകത്താന്ന് തോന്നുന്നു അവള് ഏത് നേരവും സ്ക്രോൾ ചെയ്യുന്നത്. കാരണം ഈ മടുത്ത് സ്നാപ്പ് 1 സ്നാപ്പ് അയച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു 100 സ്നാപ്പ് അയക്കും. ഇതൊക്കെ നമുക്ക് വിഷമം കൊണ്ട് ഞാനിങ്ങനെ മിസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇവരെന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ കണ്ടുപോകും. പിന്നെ നമുക്ക് ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് ഇംഗ്ലീഷ് കുടുംബശ്രീ ഇറക്കുന്നതിൻ്റെ അത്ര സുഖം വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ബട്ട് സ്റ്റിൽ എനിക്ക് അവിടെ നിന്ന് ഫാദർ എടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞ് പെറുക്കി വാട്ടറാ ക്യാറാ ഇതൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ഇവിടെ വരുമ്പം അത് ആ ഇംഗ്ലീഷൊക്കെ ചെറുതായിട്ടൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, ടു ബി ഹോണസ്റ്റ്. താങ്ക് യു ഫാദർ. പിന്നെ സുഹൃത്തായ ഡോണയോടാണ് എനിക്ക് പറയാനുള്ളത്. ഡോണയുടെയൊക്കെ അപ്പിക്കഥകൾ ഇനിയും വളരട്ടെ. ലൈക്ക് ആ ഒരു ചൈൽഡിഷ് മെൻറ്റാലിറ്റി ഒരിക്കലും മാറ്റരുത്. പിന്നെ എന്നെ കാര്യമായിട്ട് കൊണ്ടു നടന്ന കുറേ പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ അമ്മയോട് ഞാൻ എപ്പോഴും പറയും, അമ്മ എനിക്ക് നല്ലൊരു ഫ്രണ്ട്സാണ് കിട്ടിയത്, പഴയതുപോലെ അല്ല എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. നമ്മുടെ അഗ്നിരാജിൻ്റെ ചളിയും ഈ കൊട്ടക്കിട്ട് കൊടുക്കുന്ന ഊക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചതും ഈ കോഴിമല കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെ അത്രയ്ക്ക് ത്രില്ലായിരുന്നു, എന്തൊക്കെ റിസ്ക് ആയിരുന്നു നമ്മൾ ചുമ്മാ സിമ്പിളായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ സ്റ്റെല്ല ചേച്ചിയുടെ കടയിൽ പോയിരുന്ന് ചായ സ്വന്തമായിട്ട് നീ ഒരു കാറ് വെച്ചോ എന്ന് പറഞ്ഞ് ഒരു കാറ് തന്നെ തന്നിട്ടുള്ള റിന്നെ ആയാലും ഇല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലൈഫോ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിനി ലൈഫിലുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വർക്ക് ലൈഫിലേക്ക് കയറുവാണ്. നിങ്ങളുടെ ഈ MSW എന്ന് പറഞ്ഞ ഈ ഒരു ഫിനിഷിംഗ് പോയിന്റ് നെക്സ്റ്റ് നിങ്ങളുടെ കരിയറിലേക്കും നിങ്ങളുടെ ഒരു പാഷനിലേക്കും നിങ്ങളുടെ പ്രൊഫഷനിലേക്കും ഉള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൂട്ടുക. എന്നിട്ട് പാറി പറക്കുക. എപ്പോഴും ഞാനായിട്ടുള്ള കോൺടാക്ട്സ് കീപ്പ് ചെയ്യുക. ഞാൻ നാട്ടിൽ വരുവാണെങ്കിൽ മാക്സിമം എല്ലാവരെയും കാണാൻ ശ്രമിക്കാം. ബൈ, ടേക്ക് കെയർ, ലവ് യു, മിസ് യു.